ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ജോഗ്രഫി പോർഷനിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതായത് ഇനി അങ്ങോട്ടേക്കുള്ള പരീക്ഷകളിൽ നമ്മുടെ ജോഗ്രഫി പോർഷൻ കൈയടക്കാൻ പോകുന്ന ഒരു ക്ലാസ് ആയിരിക്കും നമ്മുടെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അടിപൊളിയായിട്ടുമാണ് ഇതിൻ്റെ അകത്ത് ഇപ്രാവശ്യത്തെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പലതവണയായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒറ്റ കുഞ്ഞി ചാപ്റ്ററിനെ അവരൊരു ഒരു മൊഡ്യൂൾ ആക്കി, ഒരു പാർട്ടിലോട്ട് മാറ്റി എന്ന് പറയും, ഒരു 5 ചാപ്റ്റേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണെന്നും എത്രത്തോളം ഫാക്ട്സ് അതിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ പണ്ട് പഠിക്കാത്ത കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ, കാര്യം എന്താ, പഴയ SCRTC പഠിച്ചു വന്നവർക്ക് കിട്ടാത്ത കുറേ ഫാക്ട്സ് പുതിയ SCRTയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, 9ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടേ ഇനിയുള്ള പരീക്ഷകളിൽ പോകാവുള്ളൂ. ഓക്കെ, നമുക്ക് പോകാം, ചാപ്റ്ററിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? ലോകത്തിന്റെ നെറുകയിൽ. അതായത് നമുക്കറിയാം നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ വർഗീകരിച്ചിട്ടുണ്ടല്ലേ. ഉത്തരപർവ്വത മേഖലയെന്നും ഉത്തരേന്ത്യൻ സമതലമെന്നും ഉപദ്വീപീയ പീഠഭൂമി എന്നും ഇന്ത്യൻ മരുഭൂമികളെന്നും തീരസമതലങ്ങളെന്നും ഒക്കെ. അതിൽ ആദ്യത്തെ സെക്ഷനായ ഉത്തരപർവ്വത മേഖലയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് വിശാലമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കാം, ലോകത്തിന്റെ നെറുകയിൽ. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നാനാത്വത്തിൽ ഏകത്വമാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ ഞാൻ ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് മാത്രമേ മെയിൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ മാർക്കഡ് PDF, അതായത് ഫുൾ PDF എന്ന് നിങ്ങൾക്ക് ഒത്തിരി വായിക്കാനുണ്ട്. ഈ മാർക്കഡ് PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ട് തരാം. നിങ്ങളപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യയുടെ അതിര് പറയുകയാണ്. എങ്ങനെയൊക്കെയാണ്? വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല. അതിന് തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് എന്തുണ്ട്? ഫലപുഷ്ടവും വിശാലവുമായ സമതല പ്രദേശം. അതാണ് നമ്മൾ ഉത്തരമഹാസമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം എന്നൊക്കെ പറയുന്നത്. പടിഞ്ഞാറ് എന്തുണ്ട്? മരുപ്രദേശം. മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ. ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ടെന്നുള്ളവർ പറയുവാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നമ്മുടെ സവിശേഷത അനുസരിച്ച്, ഭൂപ്രകൃതിയുടെ സവിശേഷത അനുസരിച്ച് 5ആയിട്ടാണ് തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇങ്ങനെ 5ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഇതിനെ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിതിന്റെ വ്യക്തമായ പിക്ചർ കണ്ടു വേണം നമുക്കിനി ഇത് പഠിക്കാനായിട്ട്. നോക്കാം നമുക്കിത് എന്താ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് വ്യക്തമായിട്ട് എന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് ഇതിന്റെ പിക്ചർ കണ്ടു പഠിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മുടെ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും. അപ്പൊ നമുക്കറിയാം പാമീർ പർവ്വതക്കെട്ട് അല്ലെ, ലോകത്തിന്റെ ഇന്ത്യയുടെ മേൽക്കൂര എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? പാമീർ പർവ്വതക്കെട്ടാണ്. അതാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന 3 പർവ്വത നിരകളാണ്. എന്തൊക്കെ? കുൻലൂനും ടിയാൻ ഷാൻ, അതേപോലെ ഹിന്ദുക്കുഷ്. 3 പേരുകളുണ്ട്, പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? കുൻലൂൻ, ടിയാൻ ഷാൻ, ഹിന്ദുക്കുഷ്. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്ത്? ഈ 3 പർവ്വത നിരകൾ, ടിയാൻ ഷാൻ, ഹിന്ദുക്കുഷ് ആൻഡ് കുൻലൂൻ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് നമ്മുടെ ഈ ഉത്തരപർവ്വത മേഖലയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖലയിൽ എന്തൊക്കെയുണ്ട്? കണ്ട, ഉത്തരപർവ്വത മേഖല മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ട, ഇവിടെയൊക്കെ എന്തുണ്ട്? പർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല. അതേപോലെ കണ്ടോ, ഈ കാണുന്നതെല്ലാം എന്താണ്? ഈ കാണുന്നത് ആരവല്ലി പർവ്വതമാണ്, വിന്ധ്യ പർവ്വതം, സത്പുര പർവ്വതം, മഹാദിയോ കുന്നുകൾ, മൈക്കല കുന്നുകൾ, രാജ്മഹൽ കുന്നുകൾ. പിന്നെ ഏതൊക്കെയുണ്ട്? നമ്മുടെ പൂർവ്വഘട്ടം, പശ്ചിമഘട്ടം. ഇതെല്ലാം അവർ വ്യക്തമായിട്ട് പിക്ചറിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഉത്തരപർവ്വത മേഖലയാണ്. അവിടെ എന്തൊക്കെയുണ്ട്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതേപോലെ എന്തൊക്കെയുണ്ട്? പട്കായിബം, നാഗാ കുന്നുകൾ, ഗാസി ഗാരോ, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നോക്കിക്കേ, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് എന്താ? പാമീർ പർവ്വതക്കെട്ട്. ഇതെന്താണ്?
PYQ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. ഇതിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വതങ്ങൾ ചേർന്നതാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കിനെതിരായ ഉത്തരപർവ്വത മേഖല. അപ്പൊ ഉത്തരപർവ്വത മേഖല എവിടെ മുതൽ എവിടം വരെയാണ്? നമ്മുടെ പാമീർ മുതൽ കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു പാമീർ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിന്ദുക്കുഷ് ഉണ്ട്, അതേപോലെ ടിയാൻഷൻ. ഇതെല്ലാം എന്താണ്? നമ്മുടെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതനിരകളാണ്. ഇനിയാണ് നമ്മുടെ മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ? അതായത് നോക്കിക്കേ, ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. അതിന് പറയുന്നതാണ് വലനം അഥവാ ഫോൾഡിങ് എന്ന് പറയും അല്ലെ. എന്താണ് സമ്മർദ്ദം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സാധനം നമ്മൾ പണ്ട് പറയത്തില്ലേ, റെയിൽവേയുടെ ട്രാക്കിന്റെ ഇടയ്ക്ക് എന്താണ് വിടവിടുന്നത്, ഇതിങ്ങനെ വികസിക്കുമെന്ന് നമുക്കറിയാം. അതേപോലെ ഈ ശിലകളും വികസിച്ച് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവിടെ വിടവൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ മടങ്ങി 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 പോകും. നോക്കിക്കേ, ഈ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയം, ആൽപ്സ്. ഞാൻ ഇന്നലത്തെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി വീഡിയോ ഇട്ടിട്ടില്ലെന്ന്. അതിൽ ചോദിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾസ് ആണ് ഹിമാലയം, ആൽപ്സ്. താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വതത്തിന് ഉദാഹരണം ഏതെന്നും പറഞ്ഞ് ഹിമാലയം, ആൽപ്സ് അങ്ങനെ കുറച്ച് പർവ്വത നിരകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം വരുന്നത് ഈ തന്നിരിക്കുന്നതായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മടക്കു പർവ്വതം എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങിയാണ് മടക്കു പർവ്വതം. ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? വലനം അഥവാ ഫോൾഡിങ് എന്ന് പറയുന്നത്. അതായത് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ പർവ്വതനിരകൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് എന്തുണ്ടാകുന്നത്? മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് ഏകദേശം 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് ചോദിക്കാം? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് ഈ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെ? ഇങ്ങനെ ചോദിക്കാം. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്നു, ഏകദേശം ഒരു 5000 കിലോമീറ്റർ നീളമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം തെറ്റാണെന്നുള്ളത്. 2400 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ്. ഇനി നമ്മൾ പറയുവാണ്, നമ്മളിപ്പോ ആദ്യം എന്ത് പറഞ്ഞു? ഭൂപ്രകൃതി അനുസരിച്ച് 5ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. എങ്ങനെ? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയട്ടെ, എന്താണ് പർവ്വതം എന്ന് പറഞ്ഞാൽ? സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിനുള്ളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ്? 900 മീറ്ററിന് മുകളിലാണെങ്കിൽ അവ എന്ത് പറയാം? നമുക്ക് പർവ്വതങ്ങൾ എന്ന് പറയാം. ഇനിയാണ് നമ്മുടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ ഉത്തരപർവ്വത മേഖലയെ എങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടെന്നുള്ളത്. ഈ പറയുന്ന ഒന്നാമത്തെ ഈ കണ്ടോ, ഈ റെഡ് കളറിൽ കാണുന്നതാണ് എന്താ? ട്രാൻസ് ഹിമാലയം. അപ്പൊ അവിടെ വരുന്ന ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് 3ഉമാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന പർവ്വത നിരകൾ എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ. അടുത്തത് ഏതാണ്? നമ്മുടെ ഹിമാലയത്തിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ കണ്ടോ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇത് 3ഉമാണ് എന്തിൽ വരുന്നത്? ഹിമാലയത്തിൽ വരുന്നത്. അത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ജമ്മു കാശ്മീർ ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, അതേപോലെ സിക്കിം ഉണ്ട്. കണ്ടോ, ബീഹാറിന്റെ ഒരു ഇച്ചിരി ഭാഗത്തുണ്ട്, സിക്കിം വരുന്നുണ്ട്, അരുണാചൽ പ്രദേശ്, അസം, ഇതൊക്കെ വെസ്റ്റ് ബംഗാള്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കണം. ഈ പറയുന്ന എന്താണ്? നമ്മുടെ കാരക്കോറം, ഈ ട്രാൻസ് ഹിമാലയം കടന്നു പോകുന്നതാണെങ്കിലോ ലഡാക്കിലൂടെയും ജമ്മു കാശ്മീറും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഇനി അടുത്തതാണ് എന്ത്? കിഴക്കൻ കുന്നുകൾ. അവിടെ വരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ നാഗാലാൻഡ് വരും, അതേപോലെ അസം വരും, മേഘാലയ വരും, മിസോറാം വരും. ഇതൊക്കെ വരുന്നുണ്ട്. അവിടെ ഏതൊക്കെയാണ് വരുന്നത്? മിസോറാം. എന്താണ്? മീസോ കുന്നുകളുണ്ട്, നാഗ കുന്നുകളുണ്ട്, ഗാസി ഗാരോ ജയന്തിയ കുന്നുകളുണ്ട്, പട്കായിബമുണ്ട്. അരുണാചൽ പ്രദേശും വരും. അപ്പൊ കിഴക്കൻ കുന്നുകളിൽ ഏതൊക്കെയാണ്? ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, അതേപോലെ നാഗ കുന്നുകൾ, പട്കായിബം. ഇത്രയുമാണ് നമ്മുടെ കിഴക്കൻ മലനിരകളിൽ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഹിമാലയ പർവ്വതനിരകളിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഈ ഒരു 3 വേർതിരിവ് എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയെ വീണ്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം എന്നും, ഹിമാലയം എന്നും, കിഴക്കൻ കുന്നുകളെന്നും. ഓക്കെ, നോക്കാം നമുക്ക്. കാരക്കോറത്തിൽ ട്രാൻസ് ഹിമാലയത്തിൽ എന്തൊക്കെയാണ്? കാരക്കോറം ഉണ്ട്, ലഡാക്ക് ഉണ്ട്,
അതേപോലെ മറ്റേതേതാണ് സസ്കർ. ഹിമാലയത്തിൽ ഏതൊക്കെയാണുള്ളത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓക്കെ. ഇനി കിഴക്കൻ കുന്നുകളിലാണെങ്കിൽ നാഗാ കുന്നുകൾ, പിന്നെന്താണ് മീസോ കുന്നുകൾ, പട്കായിബം, പിന്നെ ഏതാണ് ഗാസി ഖാരോ ജയന്തിയ, ഗാസി ഖാരോ ജയന്തിയ. ഇത്രയുമാണ് നമ്മുടെ ഇതിന്റെ വേർതിരിവ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്താ അവസാനം വരുമ്പോഴേക്കും വിട്ടുപോകും. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും പഠിച്ച കാര്യങ്ങളെ നമുക്കൊന്ന് ക്രോഡീകരിച്ച് നോക്കിയാലോ. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ. അതിൽ നമുക്ക് ഉത്തരപർവ്വത മേഖലയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇനി ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പാമേർ മുതൽ അല്ലെ, പാമേർ മുതൽ കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര, കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 2400 കിലോമീറ്റർ ആണ് ഉത്തരപർവ്വത മേഖലയുടെ നീളം എന്ന് പറയുന്നത്. ഏകദേശം 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ശരാശരി വീതിയാണ് ഈ പറയുന്നത്. ഇനി മടക്ക് പർവ്വതങ്ങൾ അതിനിടക്ക് പറഞ്ഞൊരു കാര്യമാണ്. മടക്ക് ഫോൾഡിങ് വന്ന് സംഭവിച്ചുണ്ടാവുന്നതാണ്. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയ പർവ്വതവും അതേപോലെ ആൽപ്സും. ഇനി നമ്മൾ പറയാം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം എന്നും അതേപോലെ ഹിമാലയം എന്നും പിന്നെയുള്ളത് കിഴക്കൻ മലനിരകളെന്നും അല്ലെങ്കിൽ പൂർവാചൽ കിഴക്കൻ മലനിരകൾ. ഓക്കെ. ഈ കിഴക്കൻ മലനിരകൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു പോകാം. എന്തൊക്കെയായിരുന്നു? ഗാസി ഖാരോ ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, പട്കായിബ്. ഒക്കെ. ട്രാൻസ് ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ്. 3000 മീറ്ററോളമാണ് ഉയരം എന്ന് പറയുന്നത്. 40 കിലോമീറ്റർ വീതിയും ഏകദേശം 965 കിലോമീറ്ററോളം നീളവുമുണ്ട്. ഇനി അടുത്തതാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ഹിമാലയത്തിന് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഹിമാദ്രിയുടെ പേരാണ് ഗ്രേറ്റർ ഹിമാലയം അഥവാ ഇന്നർ ഹിമാലയം എന്നുള്ളത്. 6100 മീറ്റർ ആണ് ഉയരം. വീതി എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. ഹിമാചൽ വരുമ്പോൾ അതിന്റെ പേരെന്താണ്? ലെസ്സർ ഹിമാലയം എന്നും. 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ഉയരം. 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതി എന്ന് പറയുന്നത്. സിവാലിക് വരുമ്പോൾ അതിന്റെ പേരെന്താണ്? ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന സിവാലിക് ആണ്. ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് അതിന്റെ വീതി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഹിമാലയത്തിന്റെ രൂപീകരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേരുന്നതാണ് എന്ത്? ശിലാമണ്ഡലം എന്ന് പറഞ്ഞു. വൻകര ഭാഗവും അതേപോലെ സമുദ്രഭാഗവും ഉൾക്കൊള്ളുന്ന ശിലാപാളികളെയാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. എന്തായിരുന്നു അസ്തനോസ്ഫിയർ? അതായത് ഈ ശിലാപാളികളുടെ അടിയിലായിട്ട് എന്തുണ്ട്? ഉയർന്ന താപനിലയിലുള്ള അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ശിലാപാളികൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിർവരമ്പുകൾ. അതിനെയാണ് സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്ന് പറയുന്നത്. സംയോജക സീമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തമ്മിൽ അടുക്കുന്നത്, രണ്ടെണ്ണം തമ്മിൽ അടുത്ത് വരുന്നത്. വിയോജക സീമ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം തമ്മിൽ അകന്നു പോകുന്നത്. ഛേദക സീമ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം തമ്മിൽ എന്താണ്? ഉരസിപ്പോകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഹിമാലയ പർവ്വതവുമായിട്ട് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും അല്ലെ. ഇന്ത്യൻ ഫലകവും അതേപോലെ യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂടിച്ചേർന്ന് ഇതിന്റെ നടുക്കുണ്ടായിരുന്ന നദി ഏതാണ്? ടെതിസ് നദിയാണ് എന്തായിട്ട്? മടക്ക് പർവ്വതമായിട്ട് ഈ ഉയർന്നു വന്നത് ഹിമാലയമായിട്ട് കൂടിച്ചേർന്ന് വന്നത്. ഓക്കെ. അപ്പൊ ഹിമാലയത്തിന്റെ രൂപീകരണം വരെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. വളരെ വലിയൊരു ചാപ്റ്റർ ആണ് ഇത്. നമ്മൾ ഡീപ്പായിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററും കൂടിയാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഏത് തരം ഫലക അതിരിലാണ്? നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കുക. ഹിമാലയ പർവ്വതം നമ്മളിപ്പോ എങ്ങനെയാണ് പറഞ്ഞത്? ഹിമാലയ പർവ്വതം സംയോജക സീമ. സംയോജക സീമകൾ എന്താണ്? ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയാണ്. അപ്പൊ എന്താണ് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ ഏതാണ്? സംയോജക സീമയാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. എന്താണ് ഗിരികന്ധരങ്ങൾ? എന്താണ്? ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. ചോദിക്കാം. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ അറിയപ്പെടുന്ന പേരെന്ത്? എന്താണ്? ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് നോക്കാം ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ. നമ്മൾ നേരത്തെ കൊമയൂൺ, ഹിമാലയം അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതിന് തന്നെ ഒന്നുകൂടെ ഒരു പരിഷ്കരിച്ചാണ് തന്നിരിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്.
ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അഥവാ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന ഈ പറയുന്ന നദികളെ അടിസ്ഥാനമാക്കിയാണ് ഹിമാലയത്തെ പ്രാദേശികങ്ങളായി വിഭജിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹിമാലയത്തെ നമ്മൾ ആദ്യമേ ട്രാൻസ് ഹിമാലയം എന്നും അതേപോലെ തന്നെ ഹിമാലയത്തെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നതാണ് ഈ പറയുന്ന ഹിമാലയത്തെ പ്രാദേശികമായിട്ട് തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം എന്നും മധ്യ ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയം എന്നുമാണ്. കണ്ടോ, ഇതാണ് ഈ പറയുന്നത്. കണ്ടോ, ഈ തന്നിരിക്കുന്ന ഹിമാലയത്തെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നോക്കിക്കേ, മധ്യ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. ഇതാണ് കിഴക്കൻ ഹിമാലയം, അതായത് ഹിമാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പർവ്വത നിരകളെ മൊത്തത്തിൽ വേർതിരിച്ചിരിക്കുന്നതാണ്. ഇതാണ് പടിഞ്ഞാറൻ ഹിമാലയം. അപ്പൊ നമ്മളോട് ചോദിക്കാം, മധ്യ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ഏത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി കിഴക്കൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ഏത്? നമ്മുടെ ഖൈബർ നാഗ കുന്നുകളും ഖാസി ഗാരോ ജയന്തിയ കുന്നുകളും ഒക്കെ. ഇനിയിപ്പോ ചോദിക്കാം, നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? നമ്മുടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പൊ അതും വ്യത്യാസമുണ്ട്, പഠിക്കണം. അതായത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്, ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും കിഴക്കൻ കുന്നുകളെന്നും. അതാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്നത്. പിന്നീട് പറയുകയാണ് പ്രാദേശികമായിട്ട് ഈ പറയുന്ന ഹിമാലയം, അതായത് ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. കിഴക്കൻ ഹിമാലയം എന്നും മധ്യ ഹിമാലയം എന്നും പടിഞ്ഞാറൻ ഹിമാലയം എന്നും. ഓക്കെ, ഇനി എന്താണ് ഇവ തമ്മിലുള്ള അതിരുകൾ? നോക്കിക്കേ, നമ്മൾ പറഞ്ഞില്ല സിന്ധു മുതൽ കാളി വരെ ഇന്ന ഹിമാലയം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പഴയ സ്റ്റാഡിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറഞ്ഞാൽ സിന്ധു നദി മുതൽ കാളി നദി വരെയാണ് പടിഞ്ഞാറൻ ഹിമാലയം. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ സിന്ധു നദി വരുന്നത്. കണ്ടോ, സിന്ധു നദി മുതൽ എവിടെ വരെയാണ്? കാളി നദി. ഇതേ കിടക്കുന്നു കാളി നദി. സിന്ധു നദി മുതൽ കാളി നദി വരെയാണ് എന്ത് പറയുന്നത്? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. ഇനി ചോദിക്കാം, കാളി നദി മുതൽ അടുത്തത് ഏതായിരിക്കും? ടീസ്റ്റ നദി വരെയാണ് എന്ത് വരുന്നത്? മധ്യ ഹിമാലയം വരുന്നത്. കണ്ടോ, കാളി ടു ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാ വരേണ്ടത്? സിന്ധു നദി മുതൽ കാളി നദി വരെ പടിഞ്ഞാറൻ ഹിമാലയം എന്നും കാളി നദി മുതൽ തീസ്ത നദി വരെ മധ്യ ഹിമാലയം എന്നും തീസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ എന്താണ്? നമ്മുടെ കിഴക്കൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മൂന്നായിട്ടാണ് പ്രാദേശിക വിഭാഗത്തിൽ എന്തിനെ തിരിക്കുന്നത്? നമ്മുടെ ഹിമാലയത്തെ തരംതിരിക്കുന്നത്, അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കാളി നദി വരെയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ വേർതിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? വീണ്ടും ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ജമ്മു കാശ്മീരിന്റെ വടക്ക് മുതൽ സിന്ധു നദി താഴ്വര വരെ, ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ എങ്ങനെ? അതായത് നമ്മൾ പറഞ്ഞ പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. കാശ്മീർ ഹിമാലയം എന്നും അതേപോലെ തന്നെ എന്താണ്? ഹിമാചൽ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് കാശ്മീർ ഹിമാലയത്തെ പറ്റി പഠിക്കാനുള്ളത്. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിന്റെ പ്രധാന പർവ്വത നിരകളാണ് ഏതൊക്കെ? കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതേപോലെ പീർ പാഞ്ചൽ എന്നിവ. അപ്പൊ ഏതൊക്കെയാണ്? നമ്മുടെ കാശ്മീർ ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ. നമ്മൾ അല്ലാതെ പഠിക്കുന്ന എങ്ങനെയാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ വരുന്നതാണ് പ്രാദേശിക വിഭാഗത്തിൽ ഇതിനെ തിരിക്കുന്നത് കാശ്മീർ ഹിമാലയം എന്നാണ്. അപ്പൊ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് കാണുമ്പോൾ ട്രാൻസ് ഹിമാലയം ആണെന്ന് തന്നെ ചിന്തിച്ചു വെക്കുക, തെറ്റിപ്പോകരുത്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് കെ2. ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തിലേക്ക് രണ്ടാമതും. അതിന്റെ എത്രയാണ്? ഗോഡ്വിനോസിന് എത്രയാണ് ഉയരം? 86.11 മീറ്റർ ആണ്. അതെവിടെയാണ്? കാരക്കോറം നിരയിലാണ്. കഴിഞ്ഞ LGS ചോദിച്ചതാണ്. അതായത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? കാരക്കോറമാണ്. നെക്സ്റ്റ് നോക്കാം. അടുത്തതാണ് സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയ ഈ പ്രദേശത്തെ ഹിമാനികളാണ്. അപ്പൊ ഈ ഹിമാനികളുടെ പേരും പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? സിയാച്ചിനും ബോൾട്ടോരയും. ഇനി അതേപോലെ തന്നെ അവിടുത്തെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെ? സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ ഏതൊക്കെയാണ്? രവി, ചലം, ചിനാബ് തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് പറയുകയാണ്, പർവ്വതങ്ങളുടെ ഇരുവശങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്ന പർവ്വതങ്ങളിലെ എന്താണ് ചുരങ്ങളാണ്. നമ്മൾ ഒത്തിരി ചുരങ്ങൾ പഠിക്കുന്നില്ലേ, ബനിഹാൽ ചുരം, ലിപുലേഖ് ചുരം, അതേപോലെ സോജില ചുരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളെയാണ് എന്ത് പറയുന്നത്, ചുരങ്ങൾ എന്ന് പറയുന്നത്. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരം. അപ്പൊ ബനിഹാൽ ചുരം എവിടെയാണ്, പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്കാണ്. നമ്മളിത് പഠിക്കുന്നത് എങ്ങനെയാണ്, ബനിഹാൽ ചുരം ജമ്മു പ്രദേശത്തെ കാശ്മീറുമായി ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ ചുരം. അതെവിടെയാണ്, പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്കാണ്. ഓക്കെ, ഇനി ഇവിടെ പറയാം, സിയാച്ചിൻ ഹിമാനി ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്, PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്, സിയാച്ചിൻ ആണ്. നെക്സ്റ്റ് ആണ്, ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ തടാകം. ഈ തടാകത്തിന്റെ കരയിലാണ് എന്തുള്ളത്, ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും എന്താണ്, കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത്, അവിടുത്തെ എന്താണ്, പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് എന്തെന്നറിയപ്പെടുന്ന മർഗുകൾ. ഇതൊന്നും നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത ഫാക്ട്സ് ആണ്. എന്താണ് മർഗുകൾ? അപ്പൊ എന്താണ് മർഗ്? ചിലപ്പോൾ ചോദിക്കാം, പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകൾ അറിയപ്പെടുന്ന എന്താണ്, മർഗുകൾ. നമ്മൾ ഗുൽമർഗ് കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ കണ്ടോ, വേനൽക്കാലത്ത് ഇങ്ങനെയും മഞ്ഞുകാലത്ത് ഇങ്ങനെയും ആയിരിക്കും. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്ക് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഉദാഹരണങ്ങളാണ് ഏതൊക്കെ, സോൺമാർഗും ഗുൽമർഗ് എന്നിവ. ഓക്കെ, നെക്സ്റ്റ് ആണ് അപ്പൊ കാശ്മീർ ഹിമാലയം കഴിഞ്ഞു. ഇനി അടുത്ത ഏതാണ്, ഹിമാചൽ ഹിമാലയം. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് എന്ത്, ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ പ്രധാന നദികളാണ് ഏതൊക്കെ, ചിനാബ്, രവി, ബിയാസ് എന്നുള്ളത്. ഈ പ്രദേശത്തെ പർവ്വതനിരകളാണ് ധൗളാധാർ, പീർ പഞ്ചൽ എന്നിവ. ഇനി പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ഏതൊക്കെയാണ്, ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ. ഇനി ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ച ചുരം. അപ്പൊ നമ്മൾ ഏതാണ്, ബനിഹാൽ ചുരം പറഞ്ഞു. അടുത്ത ഏതാണ്, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏത്, ബാരാലാച്ച ചുരം. അതേപോലെ കുളു താഴ്വരയെ ലാഹോൾ, സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്ത്, റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന ചുരങ്ങൾ. അപ്പൊ എന്താണ്, കുളു താഴ്വരയെ ലാഹോലും അതേപോലെ സ്പിതി ജല. അപ്പൊ ഇനിയുള്ള പരീക്ഷകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. നമ്മൾ കേൾക്കാത്ത കുറെ പേരുകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അല്ല റോഹ്താങ് ചുരവും ചന്ദ്രതാൽ തടാകവും ഒക്കെ അവർ കാണിച്ചിരിക്കുകയാണ്. ഒത്തിരി പിക്ചേഴ്സ് ഉണ്ട്. ഞാൻ ഇതിന്റെ ആ ഒരു PDF ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഒത്തിരി പിക്ചേഴ്സ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. അതേപോലെ ആ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് കണ്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് നിൽക്കും. കുളു, കംഗ്ര, ലാഹോൾ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും ഷിംല, മണാലി എന്നിവയും എന്താണ്, അവിടുത്തെ വിനോദസഞ്ചാരികളുടെ ആകർഷണ സ്ഥലങ്ങളാണ്. അതേപോലെയാണ് ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി എന്തുണ്ട്, ചൂട് നീരുറവകളുണ്ട്. അതാണ് നമ്മൾ മണികരൺ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ്. കഴിഞ്ഞ LGS നമ്മൾ കഴിഞ്ഞ ആ ജോഗ്രഫി പോർഷൻ ചെയ്തപ്പോൾ കണ്ടു കാണും, 2 ക്വസ്റ്റ്യൻ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം ഉണ്ടായിരുന്നു. നോക്കാം എങ്ങനെയാണ് ചൂട് നീരുറവകൾ ഉണ്ടാകുന്നത്. നമ്മൾ കാണാറുണ്ട് അല്ലെ, ടിവിയിലൊക്കെ കാണും ഇങ്ങനെ അതിന്റെ അടിയിൽ നിന്ന് അത്രയും തണുപ്പുള്ള സ്ഥലത്തു നിന്ന് പോലും ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഭയങ്കര ചൂടായിട്ട് വരും. അതായത് നോക്കാം, മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭ ജലത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂട് നീരുറവകൾ. വല്ലതും മനസ്സിലായോ? എന്താണ് പറയുന്നത്? നമുക്കറിയാം, മഴ പെയ്ത് കഴിയുമ്പോൾ ആ വെള്ളം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയുടെ അടിയിലോട്ട് പോകും. പക്ഷെ ആ സമയത്ത് അവിടെ പർവ്വത രൂപീകരണം, അതായത് ഇങ്ങനെ പർവ്വതം, നമുക്കറിയാം എന്തെങ്കിലും കൂട്ടിയിടിച്ചൊക്കെയല്ലേ പർവ്വത, ആ ഒരു സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ 2 പർവ്വതങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കും. നമുക്കറിയാം 2 കല്ലുകൾ തമ്മിൽ ശക്തിയായിട്ട് ഉറച്ച് എന്ത് സംഭവിക്കും, തീ വരും അല്ലെ, അത് ചൂടാവുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ചൂട് പിടിക്കുന്നുണ്ട്. ഈ ചൂട് പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിക്കുന്നത്, അവിടെയുള്ള ഭൂഗർഭജലവും എന്താകുന്നുണ്ട്, ചൂടാകുന്നുണ്ട്. ഈ ചൂടാകുമ്പോഴാണ് ഈ ചൂട് വെള്ളമാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, ചൂട് നീരുറവകൾ. ഇനി നോക്കാം, നുബ്ര താഴ്വര, മണികരൺ, ഗീർ ഗംഗ ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, ഈ ചൂട് നീരുറവകൾക്ക് ഉദാഹരണങ്ങളാണ്. നുബ്ര താഴ്വര, മണികരൺ, ഗീർ ഗംഗ.
ചൂട് നീരുറവകളിൽ നിന്ന് ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ ഭൗമ താപോർജം ഉപയോഗിക്കുന്നത്. അത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് മണികരൺ ഈ ഭൗമ താപോർജ നിലയം ഏത് സംസ്ഥാനത്താണെന്നായിരുന്നു. അത് ഹിമാചൽ പ്രദേശ്. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ കഴിഞ്ഞ LGSന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. LGSനാണോ 10th പ്രിലിംസിനാണോ എന്നറിയില്ല. ആ 2-ൽ ഏതൊരു എക്സാമിന് ചോദിച്ചതാണ്. നെക്സ്റ്റ് ആണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. എന്താണ്? സത്ലജ് നദി മുതൽ കാളി നദി വരെ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ്? സിന്ധു മുതൽ കാളി വരെ, പിന്നെ എന്താണ്? കാളി മുതൽ ടീസ്റ്റ വരെ, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര, അങ്ങനെയാണ് വർഗീകരിച്ചിരുന്നത്. അതിൽ ആദ്യത്തേതിനെ മാത്രമാണ് സത്ലജ് മുതൽ കാളി നദി വരെ എന്താണെന്ന് പറയുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും. ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. ഈ ഗഡ്വാളൊന്നും കേട്ടിട്ടില്ല, പക്ഷെ ഈ കുമയൂൺ ഹിമാലയം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് വ്യത്യാസങ്ങൾ വരുന്നത് കണ്ടോ? നമ്മൾ നേരത്തെ പഠിക്കും സിന്ധു ടു സത്ലജ്, സത്ലജ് ടു കാളി, കാളി ടു ടീസ്റ്റ്, അങ്ങനെയല്ലേ പഠിച്ചത്. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്? കുമയൂൺ ഹിമാലയം വരുന്നത്. ഇത് ഈ ഒരു പോർഷൻ കൂടി കഴിഞ്ഞിട്ട് ഞാനത് ഒന്ന് ഷോർട്ടാക്കി എഴുതി കാണിച്ചത്. അപ്പൊ ഒന്നുകൂടെ ഐഡിയ കിട്ടും. ഇനി എന്താണ്? നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിറ്റാൾ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് എന്ത്? ഡൂണുകൾ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദേരാദൂൺ എന്നാണ് ഇപ്പൊ പുതിയ പേര് വന്നിരിക്കുന്നത്. എന്താണ് അതിന്റെ പേര്? ഡെറാഡൂൺ. നമ്മളതല്ലേ പഠിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ദേരാദൂൺ എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ പ്രസിദ്ധമാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് എന്തെന്ന് പറയുന്നത്? ബുഗ്യാൽ. നമ്മളിപ്പോ മർഗുകൾ പറഞ്ഞു. ഇപ്പൊ എന്താണ്? ബുഗ്യാൽ. എന്താണ്? ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ അറിയപ്പെടുന്ന പേരാണെന്ത്? ബുഗ്യാൽ എന്ന് പറയുന്നത്. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുന്ന ഉദാഹരണങ്ങളാണ് ദയാര ബുഗ്യാല്, ഗോർസോൺ ബുഗ്യാൽ എന്നിവ. ഓക്കെ. നെക്സ്റ്റ് ആണ് പറയുന്നത് ബുഗ്യാലും മാട്ടടയന്മാരും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ എന്താണ്? ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്ന് മാട്ടടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാലം ആരംഭിക്കുന്നതോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കും ഇടയന്മാരുടെ ഈ കാലിക ദേശാടനത്തെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഇവിടെ പഠിക്കേണ്ട 2 പോയിന്റുകളാണ്. ഒന്ന് ബുഗ്യാലും ഒന്ന് ട്രാൻസ് ഹ്യൂമൻസ്. അതായത് നമ്മൾ പറഞ്ഞു, അതായത് ആ ഒരു ഇത് മഞ്ഞ് മൂടിക്കിടക്കും. ആ സമയത്ത് മൂടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വീണ്ടും മഞ്ഞൊരുക്കി കഴിഞ്ഞാൽ അത് വീണ്ടും പച്ചപ്പാകും. ഈ പച്ചപ്പാകുന്ന സമയത്ത് താഴ്വാരങ്ങൾ താമസിക്കുന്ന ആട്ടിടയന്മാർ അവരുടെ മൃഗങ്ങളെയൊക്കെ കൊണ്ട് നേരെ എന്ത് ചെയ്യും? പുൽമേയ്ക്കാനൊക്കെ ഇട്ട് മല കയറും. ഈ മല കയറി കഴിയുമ്പോഴേക്കും വീണ്ടും അവർ അവിടെ എന്ത് ചെയ്യും? താമസിച്ച് അവർ അവിടെ തന്നെ എന്ത് ചെയ്യും? സെറ്റാകും. എന്നിട്ട് എന്ത് സംഭവിക്കും? നെക്സ്റ്റ് ശൈത്യകാലം വരുമ്പോഴേക്കും അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ? ഇല്ല. അവർ നേരെ എന്ത് ചെയ്യും? വീണ്ടും മലയിറങ്ങി താഴ്വാരങ്ങളിൽ വരും. അപ്പൊ ഇതെന്താ? ഒരു ദേശാടനമല്ലേ? അപ്പൊ ഇങ്ങനത്തെ കാലിക ദേശാടനത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് മധ്യ ഹിമാലയം എന്ന് പറഞ്ഞാൽ കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. ഓക്കെ. നമുക്കിപ്പോ പടിഞ്ഞാറൻ ഹിമാലയം വരെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് വരും. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ വായിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് വായിച്ചു തരാം. നിങ്ങൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതേപോലെ നോട്ട് ഉണ്ടാക്കി വെച്ച് ഈ ചാപ്റ്റർ പഠിക്കാൻ എളുപ്പം ഉണ്ടാകും. അതായത് നമ്മൾ പറഞ്ഞു ഹിമാലയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാദേശികമായിട്ട് തിരിക്കുന്നുണ്ട്. അങ്ങനെ 3ആയിട്ട് തിരിച്ചു. അപ്പൊ നമ്മൾ ട്രാൻസ് ഹിമാലയം അതൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ്? അതായത് ഉത്തരപർവ്വത മേഖലയും മൊത്തത്തിൽ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് പടിഞ്ഞാറൻ ഹിമാലയം. എവിടെ മുതൽ എവിടം വരെയാണ്? സിന്ധു മുതൽ കാളി നദി വരെ പടിഞ്ഞാറൻ ഹിമാലയം എന്നും, കാളി മുതൽ തീസ്റ്റ വരെ എവിടെയാണ്? മധ്യ ഹിമാലയം എന്നും, തീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ കിഴക്കൻ ഹിമാലയം എന്നും വേർതിരിക്കുന്നുണ്ട് 3ആയിട്ട്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന
ഈ പടിഞ്ഞാറൻ ഹിമാലയം, ഈ ഒന്നാമത്തെ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ വീണ്ടും മൂന്നായി തിരിക്കുന്നുണ്ട്. കാശ്മീർ ഹിമാലയം എന്നും, ഹിമാചൽ ഹിമാലയം എന്നും, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും. അതായത് കാശ്മീർ ഹിമാലയം എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീറും ലഡാക്കുമാണ്. ഏകദേശം 3.5 ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വീതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത്രയും പരപ്പളവുണ്ട് അതിന്. അതേപോലെ നീളവും വീതിയും, വീതിയല്ല, ഇത് മൊത്തം പരപ്പളവാണ്. നീളം എന്ന് പറഞ്ഞാൽ 700 കിലോമീറ്ററും വീതി എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്ററുമാണ്. ഈ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന മലനിര പർവ്വതങ്ങളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചാലും കൂടി ഉണ്ട്. ഇനി അതേപോലെ നമ്മൾ പറഞ്ഞതാണ് മൗണ്ട് കേറ്റു, ലോകത്തിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടിയായ മൗണ്ട് കേറ്റു എവിടെയാണ്? 86.11 ഉയരം. അതെവിടെയാണ്? കാരക്കോറം മലനിരകളിലാണ്. അതേപോലെ കാശ്മീർ ഹിമാലയത്തിലെ ഹിമാനികളാണ് ഇത് സിയാച്ചിനും ബോൺ ടോരയും. അതേപോലെ അവിടുത്തെ നദികളാണ് രവി, ഝലം, ചിനാബ്. പിന്നെ എന്താണ് പറഞ്ഞത് നമ്മൾ? ബനിഹാൽ ചുരം എവിടെയാണ്? ജമ്മുവിനെ കാശ്മീറുമായി ബന്ധിപ്പിക്കുന്ന ബനിഹാൽ ചുരം എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ്. അതേപോലെ അവിടെയുള്ള തടാകമാണ് ഇത്? ദാൽ തടാകം. പിന്നെ നമ്മൾ മർഗുകളെ പറ്റി പറഞ്ഞു അല്ലെ? അവിടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സോൺ മർഗും ഗുൽമർഗും. അതായത് എന്താണ്? പർവ്വത പ്രദേശങ്ങളിലെ താഴ്വര, അതാണ് നമ്മൾ മർഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹിമാചൽ ഹിമാലയം. അതായത് ഹിമാചൽ പ്രദേശിന്റെ പ്രധാനമായിട്ടും ഭാഗമായി വരുന്നതാണ് ഹിമാചൽ ഹിമാലയം. ചിനാബ്, രവി, ബിയാസ് എന്നീ നദികളാണ്. അവിടുത്തെ പർവ്വതങ്ങളാണ് ധൗളാധാറും അതേപോലെ തന്നെ പീർ പഞ്ചാലും. ഇനി അവിടുത്തെ തടാകങ്ങളാണ് ചന്ദ്രതാലും സൂരജ് താലും. അവിടുത്തെ ചുരങ്ങളാണ് ബാരാലാച്ച ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത്. റോഹ്താങ് ചുരം കുളുവിനെ ലാഹൂല്, സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ അവിടുത്തെ പ്രധാന താഴ്വരകളാണ് ഏതൊക്കെ? കുളു, കംഗ്ര, അതേപോലെ ലാഹൂൽ എന്ന് പറയുന്നത്. അവിടുത്തെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംലയും മണാലിയും. അപ്പൊ ചോദിക്കാം, ഷിംല, മണാലി ഏത് ഹിമാലയത്തിൽ പെടുന്നു? മധ്യ ഹിമാലയം, കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയണം. അതേപോലെ അവിടെ ഉള്ളതാണ് എന്ത്? ചൂട് നീരുറവകൾ അല്ലെ? എന്തൊക്കെയാണ്? നുബ്ര താഴ്വര, മണികരൺ, ഗീർ, ഗംഗ എന്നീ 3 ചൂട് നീരുറവകളും കൂടിയുണ്ട്. നെക്സ്റ്റ് ആണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. എവിടെ മുതലാണ്? സത്ലജ് മുതൽ കാളി വരെയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം. നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം പറഞ്ഞ സിന്ധു മുതൽ കാളി വരെ, അതിന്റെ നടുക്ക് വരുന്നതാണ് സത്ലജ്. സത്ലജ് മുതൽ കാളി വരെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഗുഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് ഭാഗത്തെ കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അവിടുത്തെ പ്രധാന പർവ്വതങ്ങളാണ് നന്ദാദേവിയും, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് എന്നിവ. ഓക്കെ, അതേപോലെ അവിടുത്തെ ഹിമാനികളാണ് ഗംഗോത്രിയും യമുനോത്രിയും അല്ലെ? അതായത് നമ്മുടെ ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥാനങ്ങൾ അല്ലെ? അതേപോലെ തടാകം ഏതാണ്? നൈനിത്താലും ഭീംതാലും. ഇനി അവിടെയുള്ളത് എന്താണ്? ഡെറാഡൂണും എന്താണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ആ പഠിച്ച് ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് മധ്യ ഹിമാലയം. എന്താണ്? കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് എന്ത്? മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പൊ ചോദിക്കാം, നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? മധ്യ ഹിമാലയമാണ്. ഓക്കെ, പിന്നെ എന്താണ്? അതായത് നേപ്പാൾ ഹിമാലയമാണ് അപ്പൊ മധ്യ ഹിമാലയം. അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ടിബറ്റൻ ഹിമാലയം ഏതാണ്? അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ്. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നോക്കാം. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ എവിടെയാണ്? സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത്. അപ്പൊ മധ്യ ഹിമാലയത്തിന്റെ ഭാഗമായ ഇന്ത്യയിലെ സ്ഥലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ സിക്കിമും ഡാർജിലിംഗുമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ്. PYQ ആണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഏത് രാജ്യമാണെന്നുള്ളത്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാദുല ചുരവും എവിടെയാണ്? ഈ സ്ഥലങ്ങളിലാണ് ഉള്ളത്. ഓക്കെ, ഇനി കുതിച്ചൊഴുകുന്ന ടീസ നദിയും അതിന്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ എന്താണ്? സവിശേഷതകളാണ്. ഇനി ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിക്കുന്നത്. ഡാർജിലിംഗ് തേയില എന്താണ്? അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ പ്രസിദ്ധമാണ്. അപ്പൊ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം കഴിഞ്ഞു, മധ്യ ഹിമാലയം കഴിഞ്ഞു. ഇനിയുള്ളതാണ് കിഴക്കൻ ഹിമാലയം. എന്താണ്? പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസം ഹിമാലയം എന്നറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് എന്ത്? നഞ്ച പർവ കൊടുമുടി. അപ്പൊ എവിടെയാണ്? കിഴക്കൻ ഹിമാലയത്തിലാണ്. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ എന്ന് പറയുന്നത്.
അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിക്കുന്ന ബോഡില ചുരം, മ്യാൻമറിനെ ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. അപ്പൊ എന്താണ് ടിബറ്റിലെ ലാസയുമായി അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ബോഡില ചുരം, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരങ്ങളൊക്കെ കിഴക്കൻ ഹിമാലയത്തിന്റെ പ്രത്യേകതകളാണ്. കണ്ടോ, ബോഡില ചുരമാണ് ഈ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് പൂർവാചൽ കുന്നുകൾ. എന്താണ്? അപ്പൊ നമ്മൾ നേരത്തെ എന്തൊക്കെ പറഞ്ഞു? ട്രാൻസ് ഹിമാലയം പറഞ്ഞു, ഹിമാലയം പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് പൂർവാചൽ കുന്നുകൾ എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളാണ് എന്ത്? പൂർവാചൽ കുന്നുകൾ എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ് വരുന്നത്? പട്കായ്ബം വരും, നാഗ കുന്നുകളുണ്ട്, മീസോ കുന്നുകളുണ്ട്, മണിപ്പൂർ കുന്നുകളുണ്ട്. ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻറാം എന്നിവയൊക്കെ ഈ പൂർവാചൽ കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോക്കാം, നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. കണ്ട, മേഘാലയയിലെ വേര് നമ്മൾ ഓട്ടോമാറ്റിക് പ്രകൃതിയാൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. കണ്ടോ, അവർ അതിന്റെ മരങ്ങൾ തന്നെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? പാലമൊക്കെ ഉണ്ടാക്കുന്നത്. അടുത്തതാണ് കേബിൾ ലെംചാവോ. എന്താണ് കേബിൾ ലെംചാവോ? PYQ ആണ്, പഠിക്കണം. ചലിക്കുന്ന ദേശീയോദ്യാനം, അതായത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്. അപ്പൊ ചോദിക്കാം, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ലോക്തക്. പിന്നെ ചോദിക്കാം, ലോക്തക് ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. കേബിൾ ലെംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെട്ട തുരുത്തുകളാണ് എന്ത്? പൂണ്ടി എന്ന് പറയുന്നത്. പുംഡി. അപ്പൊ ആ പേര് നമ്മളിപ്പോ കുറെ പേരുകൾ പുതിയതായിട്ട് പഠിച്ചല്ലേ. മർഗുകൾ പഠിച്ചു, അതേപോലെ ബ്യാഗുൽ എന്ന് പറഞ്ഞ് പഠിച്ചു. അടുത്ത ഏതാണ്? പുംഡി. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംടികൾ ചേർന്നതാണ് കേബിൾ ലെംചാവോ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അത് തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ഇടം കൂടിയാണ് എന്ത്? കേബിൾ ലെംചാവോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കാലാവസ്ഥ. ഇനി എന്താണ്? ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നുണ്ട്. ഹിമാലയ പർവ്വതങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് നമുക്കറിയാം, ഈ ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ മൊത്തം ഓരോ സ്ഥലങ്ങളിലെയും ഭയങ്കര വ്യത്യാസമായ ക്ലൈമറ്റുകളായിരിക്കും. തണുപ്പ് വരെ എന്താണ്? ചില സ്ഥലങ്ങളിൽ നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ ഭയങ്കര കൂടുതലായിരിക്കും. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിൽ ലഡാക്ക് മേഖലയിൽ എന്താണ്? ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ്. ഓക്കെ, ഇനി സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ് ലഭിക്കുന്നത്. എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞ് വീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിലേക്ക് ഉയർന്ന തോതിൽ മഴ ലഭിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ആ ഒരു ചിറാപുഞ്ചിയൊക്കെ ആ ഒരു പ്രദേശങ്ങളിലായിട്ട് വരുന്നത്. അടുത്തതാണ് നദീവ്യവസ്ഥ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് എന്ത്? ഹിമാലയൻ നീരൊഴുക്കം സൃഷ്ടിക്കുന്നത്. അതാണ് നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് പഠിക്കുന്നത്? ബിഗ് ഇങ്ങനെ പഠിക്കും. ഹിമാലയൻ നദികൾ ബ്രഹ്മപുത്ര, ഇൻഡസ് എന്ന് പറഞ്ഞ സിന്ധു നദി, ഗംഗ. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ എന്താണ്? നീരൊഴുക്കുള്ള നദികളാണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഹിമാലയൻ നദികളിൽ വർഷം മുഴുവൻ വെള്ളം ലഭിക്കുന്നത്? കാര്യം മഴയിൽ നിന്ന് മാത്രമല്ല, എന്താണ്? മഞ്ഞുരുകിയും വെള്ളം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും വെള്ളം ലഭിക്കുന്നത്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കുകൾ ാണ് ഈ നദിക്കുള്ളത്. സമതല പ്രദേശങ്ങൾ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ രൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഗിരികന്ധരങ്ങൾ എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി എന്താണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ? നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതിനെയാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതൽ അപരദത്തിന് വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ.
അടുത്തതാണ് വിരൂപ താഴ്വര. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടങ്ങളിലെ അടിത്തട്ടിൽ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാലാണ് വിരൂപ. അതായത് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോവുകയാണ്. എന്ത് സംഭവിക്കും? അതിന്റെ സൈഡിൽ നിന്നൊക്കെ അപരദനം സംഭവിച്ച് ഇതിൻ്റെ അകത്തേക്കൊക്കെ വീണ് അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ വീതി കൂടി 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 വരും. വീതി കൂടി 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 വരും. അതേപോലെ തന്നെ ഇങ്ങനെ വരും. ഇതിനെയാണ് നമ്മൾ വിരൂപ താഴ്വര എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഹിമാലയൻ നദികളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. എന്താണ് ഹിമാലയൻ നദികളുടെ പ്രത്യേകത? ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ബിഗ്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹിമാലയൻ നദിയിൽ പഠിക്കുന്നത്. എന്താണ്? ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ, പിന്നെ എന്തുണ്ട്? അതിൻ്റെ എല്ലാത്തിൻ്റെയും പോഷക നദികൾ. സിന്ധു നദിയുടെ പോഷക നദികളാണ് എന്തൊക്കെ? ചലൻ നദിയുണ്ട്, ചെനാബ് ഉണ്ട്, രവിയുണ്ട്, സത്ലജ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെ എവിടെയാണ്? ബിയാസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? സിന്ധു നദിയുടെ പോഷക നദികളാണ്. നോക്കാം നമുക്ക്. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഗാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി. അപ്പൊ സിന്ധു നദിയുടെ ഉത്ഭവമാണ് പറയുന്നത്. ബൊഗാർച്ചു ഹിമാനിയാണ്. ഇതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് കേവ്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ എന്തൊക്കെയാണ്? യമുന, ഗാംഗ്ര, ഗണ്ഡക്, കോസി, ഇതൊക്കെ പഠിക്കണം. പോഷക നദികളും പഠിക്കണം. തുടങ്ങിയവയാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിന്റെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളായ ഏതൊക്കെയാണ്? ദിബാങ്ക്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെയാണ് വേർതിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ആദ്യത്തെ ഏതാണ്? ബോഗാർച്ചു ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി. പിന്നെ ഏതാണ് വരുന്നത്? ഗായ്മുഖ് ഗുഹകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദി. നെക്സ്റ്റ് എന്താണ്? ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മണ്ണ്. ഇനി അവിടുത്തെ മണ്ണിനെ പറ്റിയാണ് പറയുന്നത്. എന്താന്ന് നോക്കാം. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണുമുണ്ട്, വനമണ്ണുമുണ്ട്. അല്ലെ? പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും വലിപ്പത്തിലും എന്താവുന്നുണ്ട്? വ്യത്യാസമുണ്ട്. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുമായ മണ്ണാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോടുകൂടിയതും ജൈവാംശം കുറഞ്ഞ മണ്ണുമായിരിക്കും കാണുന്നത്. താഴ്വരകളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നത് കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് എന്ത്? കരേവാസ് എന്ന് പറയുന്ന കരേവ മണ്ണെന്ന് കേട്ടിട്ടില്ലേ? കരേവാസ്. അപ്പൊ എന്താണത്? നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞതാണത്. ഇവയാണ് കുങ്കുമ കൃഷിക്ക്. അപ്പൊ കുങ്കുമ കൃഷിക്ക് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചതാണ് കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്നും പറഞ്ഞ് ഈ കരേവയാണ് തന്നിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സസ്യജാലങ്ങൾ. ഓരോന്നിലെയും വ്യത്യാസമുണ്ട്. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ ഈ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട്. നോക്കാം. കിഴക്കൻ ഹിമാലയത്തിനും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായാണ് ലഭിക്കുന്നത്. അതിനാൽ അവിടെ എന്താണ്? ഉഷ്ണമേഖല, നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ചോദിക്കാം, കിഴക്കൻ ഹിമാലയത്തിൽ പൊതുവായി കാണപ്പെടുന്ന വനം ഏതാണ്? ഉഷ്ണമേഖല, നിത്യഹരിത വനമാണ്. ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിന് ഹിമാലയ പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും അതനുസൃതമായ മാറ്റങ്ങളുണ്ട്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടാം. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണുന്ന ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാം. എന്തൊക്കെയാണ്? പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങൾ വരും. എന്തൊക്കെയാണ്? ജൂനിപ്പർ, അടുത്ത എന്താണ്? റോഡോഡെൻഡ്രോൺ എന്നിവയും എന്താണ്? ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. അപ്പൊ ആൽപൈൻ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്നത് എന്താണ്? ആൽപൈൻ ആണ്. ആൽപൈൻ പുൽമേടുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വന്യജീവി സമ്പത്ത്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ്. എന്തൊക്കെയാണ്? യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗങ്ങളുടെ തനതാവാസ കേന്ദ്രമാണ് ഇവിടെ. ജൈവമണ്ഡലം, റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ ലക്ഷണങ്ങളാണ്.
ഇനിയാണ് നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയവും കിഴക്കൻ ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് എന്ത് പറയുന്ന ദേശീയോദ്യാനങ്ങൾ എന്തൊക്കെയാണ്. ഡച്ചിങ്കാം എവിടെയാണ്? ജമ്മു കാശ്മീർ, ഹെമിസ്, ലഡാക്ക്, പൂക്കളുടെ താഴ്വര എന്താണ്? ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമാണ്. ദിബ്രു സൈക്കോവ അസമിലാണ്. കാസിരംഗ അസമാണ്. മാനസ് അസമാണ്. കേബിൾ ലംചാവു മണിപ്പൂറാണ്. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ്. ഇത് പഠിക്കേണ്ടത് ഇതൊക്കെ ഏത് സ്ഥലത്താണെന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇവിടുത്തെ കൃഷിയുടെ പറ്റിയാണ് പറയുന്നത്. എന്താണ് നോക്കിക്കേ. ഭൂമിപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിലെ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികൾ ഏർപ്പെടുന്നുണ്ട്. പർവ്വത ചെരുവുകൾ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നോക്കിക്കേ, നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങുകൾ എന്നിവയും മഴക്കാലത്ത് ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഉയരം കൂടുതലാണ് അല്ലെ, ചെങ്കുത്തായ ചരിവാണ്, പാകമാകാത്ത മണ്ണാണ്, കുറഞ്ഞ താപനിലയാണ്. ഇവയൊക്കെയാണ് എന്ത് അവിടുത്തെ കൃഷിയെ സ്വാധീനിക്കുന്ന പ്രതികൂല ഘടകങ്ങൾ എന്ന് പറയുന്നത്. അനുകൂലമല്ല, പ്രതികൂല ഘടകങ്ങൾ. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിലും എന്താണ്? തേയില കൃഷിയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും. ഓക്കെ, എന്ത് ചെയ്യും? ഇവിടെ കൃഷി ചെയ്ത് കുറെ നാൾ കഴിയുമ്പോൾ അടുത്തടുത്തേക്ക് പോകും. അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മൃഗപരിപാലനം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗം എന്തായിരിക്കും? മൃഗപരിപാലനമാണ്. അതായത് അവരെന്തൊക്കെയാണ്? ആട്, പശുവൊക്കെ വളർത്തുന്നുണ്ട്. അതേപോലെ ചെമ്മരിയാട്, കുതിരയുണ്ട്. ശൈത്യമേഖലകളിലായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റുന്ന യാക്ക് പോലുള്ളവയാണ്. ഓക്കെ, അതേപോലെ പിന്നെന്താ പറയുന്ന? പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് എന്ത്? ഗുജ്ജർ. നമ്മൾ ബുഗ്യാല് പറഞ്ഞു, ഇതെന്താണ്? ഗുജ്ജർ. നെക്സ്റ്റ് ആണ് ഇവിടുത്തെ ടൂറിസത്തെ പറ്റിയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ കൈലാസം, മാനസ സരോവർ, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതേപോലെ പിന്നെന്തൊക്കെയുണ്ട്? നമ്മുടെ ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൾ എന്നിവ എന്തൊക്കെയാണ്? പുതിയ അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1953 മെയ് 29 ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്, പഠിക്കുക. 1953 മെയ് 29 ആരാണ്? ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എന്ത് ചെയ്തു? എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ 3ാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. ഇന്ന് എന്തൊക്കെയുണ്ട്? പർവ്വതാരോഹണം, പാരാഗ്ലൈഡിങ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഒക്കെയുണ്ട്. അപ്പൊ എന്താണ്? 1953 മെയ് 29 ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ടെൻസിംഗ് നോർഗയാണ്. ഓക്കെ, 1953 മെയ് 29 ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ വാസ്റ്റ് ആയ ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഓരോ എന്താണ് നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് ചാപ്റ്റർ പഠിച്ച പോലെ ഓടിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നതല്ല. ഓരോ പോയിന്റിലും നമുക്ക് നോട്ട് എഴുതി ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അതേപോലെ അത്രയ്ക്കും നമ്മുടെ ജോഗ്രഫിയുടെ 10th പ്രിലിംസ് എഴുതുന്നവർക്ക് 10 മാർക്കാണ് ജോഗ്രഫി. ആ ഒരു 10 മാർക്കും കിട്ടണമെങ്കിൽ ഈ 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നല്ല വൃത്തിക്കൊന്ന് പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ് നിർത്താം, ഒത്തിരി സമയമായി. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്